ക്രിക്കറ്റ് 2020 ലോകസഭ ക്രിക്കറ്റ് 2020 ലോകകപ്പ് നമ്മൾ ജയിച്ചു. അയ്യോ ഹലോ, ഗുഡ് മോർണിംഗ്. ഞായറാഴ്ച എന്നല്ല കേട്ടോ, എല്ലാ ദിവസവും എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ജനലിൽ ഒന്ന് പുറത്തേക്ക് നോക്കും. ഇതൊക്കെ കാണാൻ പറ്റുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയൊരു ഭാഗ്യം. നന്ദി പറയുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. വെറുതെ ഒന്ന് എനിക്ക് ജനലിൽ കൂടെ ഒന്ന് പുറത്തേക്ക് നോക്കണം. ഞാൻ ഇങ്ങേരി നോക്കും, ഇനി പുറത്ത് ഈ കാഴ്ച കഴിഞ്ഞാൽ അടുത്ത ജനലിൽ കൂടെ ഇതിനെയും കൂടി നോക്കും. അറ്റ്ലസ് അവനെ കിടക്കുക, അവനും എഴുന്നേറ്റിട്ടില്ല, അതാണ് പണി. പിന്നെ നടുമുറ്റത്തിൻ്റെ കിടക്ക നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പറയും നമ്മൾ കിടക്ക നീറ്റായിട്ട് വിരിച്ചിടണം എന്ന് പറയും കേട്ടോ. നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ആണെന്ന് ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ നടുമുറ്റത്ത് ഇങ്ങനെ ഗണപതി ഉണ്ട്, പുള്ളിനൊന്ന് കാണും. അതൊരു ഭയങ്കര സന്തോഷമാണ് ആളെ കാണുമ്പോൾ. അത് ഈ ബെഡ്റൂമിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ എപ്പോഴും കാണാൻ പറ്റും. പിന്നെ ഇത് ഇവിടെ ഒരു ഉണ്ണിക്കണ്ണനും കൂടി ഉണ്ട്. ഇവർ രണ്ടാളെയും കാണും. പോകുന്ന വഴിക്ക് പൂജാമുറിയുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി കാണിച്ചു എന്നേ ഉള്ളൂ. അടുക്കളയിൽ ഞാനും ഏട്ടനുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാൾ അങ്ങനെ ഇന്ന ആൾ കയറുക എന്നുള്ളതൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിതൊക്കെ എടുക്കാൻ നിന്നാണെന്ന് തോന്നുന്നു. ഏട്ടൻ അവിടെ രാവിലെ പാലൊക്കെ വെച്ചു. അല്ലെങ്കിലും നേരം വിളിച്ചാകുമ്പോൾ ഏട്ടൻ ആണ് ഫസ്റ്റ് അടുക്കളയ്ക്ക് പോകുന്നെങ്കിൽ ആൾ വയ്ക്കും, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഞാനിതാവും. എനിക്കുള്ളത് ഇത് ആ വെള്ളം കണ്ടില്ലേ, ജീരകവും നാരങ്ങയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമാണ് രാവിലെ കുടിക്കാറുള്ളത്. ഇത് ഞങ്ങളുടെ അടുക്കളയുടെ ഒരു സൈഡാണ്. ഇതെനിക്കുള്ളതാണ് ഈ ഫ്രൂട്ട്സ്. തലേ ദിവസം തന്നെ റോൾഡ് ഓട്സ് ആൽമണ്ട് മിൽക്കിലിട്ട് വെച്ചതാണിത്. ഇത് ദോശമാവുണ്ട്, പിന്നെ കുറച്ച് ചമ്മന്തിയുടെ ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്താ പറയുക, ഉമ്മറത്തുനിന്ന് പേപ്പർ എടുത്തില്ലല്ലോ. അങ്ങനെ ഉമ്മറത്തേക്ക് വന്നു. ഇതേ ആ കാണണത് കേട്ടോ തന്മയി. നേരം വിളിച്ചാൽ ഇങ്ങോട്ട് വരും. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം അറ്റ്ലസിനോട് വർത്താനം പറയാൻ നിൽക്കും. എന്താ എന്താണ് ഉറക്കം മതിയില്ലേ? ഉറക്കം മതിയില്ലേ? സംസാരിക്കണില്ലേ ഇന്ന്? ശരി, വേണ്ട. പിന്നെ ഞാൻ പേപ്പർ അവരിങ്ങനെ വെള്ളം നനയാതിരിക്കാൻ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് ഇടുക ചെയ്യാറ്. അതെടുത്തു. പിന്നെ അവിടെ ഇതിനെ പറഞ്ഞപ്പോൾ ഉണ്ടായൊരു വരവാണ്. ദൈവമേ, അത്തിമരം. പക്ഷെ ഇത് വേനൽക്കാലത്ത് ഇതിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. മരം വെട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. വേറെ വല്ല മരവും നടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പക്ഷേ അത്തി ഒരു രക്ഷയില്ല. അമ്മാതിരിയാണത് വിടർന്ന് നിൽക്കണത്. ഇതൊക്കെ നേരം വലിച്ചാൻ പറ്റാം. ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ രാവിലെ ഇതെല്ലാം നേരത്തെ എണീക്കണം. 5 മണി 4:50 ആകുമ്പോൾ തന്നെ എണീക്കുക. എന്നിട്ട് അത് കഴിഞ്ഞൊരു 5 മണി തൊട്ടിട്ട് റെഡിയായി തുടങ്ങി 5:45 ആകുമ്പോഴേക്കും വർക്കൗട്ടിന് പോകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് നാളെ നോക്കാം. നമ്മുടെ തന്മയി കുറേ കിളികളായിട്ടുള്ള രാവിലെ ഇന്ന് കുറവാണ് തോന്നുന്നുണ്ട്. തന്മയിൽ നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാനിരിക്കാനുള്ളതൊക്കെയാണ്. അതൊക്കെ കുറേ പേര് പറയാറുണ്ടോ, ഭയങ്കര ഒരു ഫീലാട്ടോ മാം ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ടെൻഷനൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. തന്മയി സംഗതി ഇപ്പം ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെടികളൊക്കെ വളർന്നു വന്നിട്ട് ബെല്ലുകളൊക്കെ തൂക്കിയതിൻ്റെ പുറത്തേ വീടും ചെടികളും ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷേ എമ്മാതിരി ഇവരൊക്കെ കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതാ കണ്ട ചെടികൾ. ഇവിടെ ഒരു കൂട്ടർ വേരൊക്കെ പിടിപ്പിച്ചൊക്കെ ഉണ്ട്. അല്ല, ശംഖപുഷ്പം, ആ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവണത് അതൊക്കെ. എന്താ ഞാൻ ഈ ഒരു വഴി കൂടെയാണ് കേട്ടോ ഒരു ദിവസം കാണിച്ചു തരാം കൗൺസിലിങ്ങിൻ്റെ. അപ്പം നമ്മളിവിടെ വന്ന് ഇതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ഉണ്ട്. അങ്ങനെയാണ്. മഴ വന്നിട്ട് ശശി ഈ 2 കളറായിട്ടുണ്ട്. വഴുക്കലുണ്ടാവും, പക്ഷെ ഇന്ന് ഇത്തിരി വെയിലുള്ളതായതുകൊണ്ട് ഓക്കെ. അതാണ് ബ്ലാക്ക് ലൈറ്റാണ്, അതാണ് നാച്ചുറൽ ലൈറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് അവൻ്റെ അടുത്ത് വർത്താനം പറയുമ്പോൾ അവനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. നിറയെ
ചെമ്പരത്തി പൂവാണ് കേട്ടോ. ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ JGBയിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലുള്ള സമയത്ത് തമിഴ്നാട്ടിൽ നിന്നൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പാരൻസ് വന്നപ്പോണ്ട് തലയിൽ അമ്മ നിറയെ ചെമ്പരത്തി പൂ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചിരിക്കണം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എങ്ങോട്ട് പോണോ? പുറത്തേക്ക്? ഓ ഓ ഓ ഓ പുറത്തേക്ക് പോണോ? നിനക്ക് അധികം ഒന്ന് നടന്നു വന്നൂടെ നിന്റെ സൈഡിൽ? വേണ്ട വേണ്ട, ഇതിനിറങ്ങി പുറത്ത് പോണെന്നോ? അറ്റ്ലസിന്റെ സൈഡിലത്തെ ഡോർ കൂടെ എന്താ തുറന്നു നടക്കാത്ത? എന്താണ് എന്താണ്? ആണോ വീഡിയോ എടുക്കണതാ? അതുകൊണ്ടാണോ സൗണ്ട് കുറച്ചിട്ട്? ഓ, ഇത്രയും സൗണ്ട് കുട്ടിക്ക് ഉണ്ടാക്കാൻ അറിയുന്നതാണോ? അവന് ഇത്രയും സൗണ്ട് ഉണ്ടാക്കാൻ അറിയാട്ടാ. നിങ്ങളെല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയണ്ട. ഒരു ഗുഡ് മോർണിംഗ് പറയോ? ഓ, നല്ല ബിസിയാ. ഇതിനെ പോയല്ലാണ് കേട്ടോ കൗൺസിലിങ്ങിൻ്റെ ഇതിലേക്കില്ല. അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര ബിസിയാണ്. അപ്പം ബൈ, ഞാൻ പോവാൻ നിൽക്കാം. ബൈ കേട്ടോ അറ്റ്ലസ്. പോട്ടെ. എന്താ എന്താ കുറച്ച് മിനിറ്റ് കഴിക്കാം. അവിടെ ഇരിക്കേ. നല്ലോണം ഹെയർ ഇപ്പോൾ ഷ്രെഡ് ചെയ്യുന്ന ടൈമാണ്. അപ്പം നല്ലോണം വന്നിട്ടുണ്ട്. അതാ പ്രശ്നം. അപ്പോൾ കുറച്ചിങ്ങനെ കുറഞ്ഞിങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇങ്ങനെ 2-3 ലെയർ ഉണ്ടല്ലോ. അതിൻ്റെ ഒരു ഇതുണ്ട്. ഓ, ഇത് വന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുക അല്ലാതെ ഇറക്കി വിടണില്ലാന്നല്ലേ? പുറത്തേക്ക് നടത്താൻ കൊണ്ടുപോകാനല്ലേ? അന്നെ നീ കുതിരയുടെ മാതിരി പായല്ലേ ചെയ്യാ? എന്നെ കൊണ്ടൊന്നും ആവില്ല. നമ്മളെ ഇവനെ പിടിച്ചോണ്ട് നടക്കാന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. ഇവ ഇങ്ങനെ കുതിര ചാടി പോണ മാതിരി പോവും. ഇഷ്ടമായിട്ടില്ല. വെഞ്ചാമരം വീശി നിൽക്കുന്നുണ്ട്. ശരി, ഞാൻ പോവാ. രാവിലത്തെ നമ്മളെ നേരത്തെ തിളക്കണ കണ്ടില്ലേ? അതാണ് സംഗതി. എന്താന്നൊക്കെ ഞാൻ പറയേ. കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് വരുത്തിച്ചൊരു സാധനമാണ്. നമ്മുടെ ഫോണ്, ലാപ്ടോപ്പ് ക്ലിയർ ആവട്ടെ, എല്ലാം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് മാത്രമായിട്ട് പിന്നെ കാണിച്ചിരുന്ന ഒന്നല്ല. ഇത് നമ്മൾ നേരത്തെ പൊതിഞ്ഞ് കിട്ടിയ നമ്മുടെ ന്യൂസ് പേപ്പർ. മനോരമയാണ് കേട്ടോ. ഇപ്പോൾ ഒരു സമയത്ത് എല്ലാ ടൈപ്പ് പേപ്പറും ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് 2020 ലോകസഭ, ക്രിക്കറ്റ് 2020 ലോകകപ്പ് നമ്മൾ ജയിച്ചു. അയ്യോ, എനിക്ക് വയ്യ. ലോകസഭ മൈൻഡിൽ മുഴുവൻ ലോകസഭയും 2020 എന്നൊക്കെ പറഞ്ഞപ്പോൾ. ലവ് യു ഇന്ത്യ, ലവ് യു. ഞാനും ലവ് യു. അപ്പോൾ ഒന്ന് ഞായറാഴ്ച ആയിട്ട് കുളിച്ച് റെഡിയൊക്കെ ആയി എങ്ങോട്ടാണ് പോണ്? കണ്ട എൻ്റെ വീട്ടിൽ റോട്ടിലേക്ക് വന്നിരിക്കട്ടെ ശംഖുപുഷ്പം. ഇതിന് ആ മുകളിലത്തെ പേരുടെ മുകളിലേക്ക് കയറിപ്പോയാൽ മതി. ബട്ട് പറഞ്ഞാൽ മനസ്സിലാവണില്ല. കുറച്ച് മോട്ടിവേഷൻ കൊടുത്തവർക്ക് പുറത്തൊക്കെയാണ് വന്നതെന്ന് തോന്നുന്നുണ്ട്. അതെങ്ങനെ പോണെന്ന് പറയട്ടാ. ഇത് കണ്ടോ, ഈ ജിമിക്ക് സത്യം പറഞ്ഞാൽ രാജസ്ഥാനിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടാ. പിന്നെ വാങ്ങിച്ചാറുമ്പോൾ ഒക്കെ പിന്നെ ഇടയ്ക്ക് ഉപയോഗിക്കണ്ടേ? അപ്പോൾ അതാണ് സത്യത്തിലൊരു കൊട നമ്മളെ കാതിൽ കെട്ടി തൂക്കിയ മാതിരി തന്നെയാണ്. കിടുകിട് കിടുകിട്. നമ്മുടെ ബാലഭവൻ കുറേ പേർക്ക് അറിയണ സ്ഥലമായിരിക്കട്ടെ. ഞാനും കുറേ സമയത്ത് ബാലഭവനിലെ സ്ഥിരം പോയിരിക്കേണ്ടി വന്നിരുന്നു മോനെയും കൊണ്ട്. അത് വേറൊരു വൈബാട്ടോ, പറയാണ്ട് വയ്യ. പിന്നെ ഈ തൃശ്ശൂരിൻ്റെ ഈ കുറച്ച് ഭാഗം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നല്ല രസമുള്ളൊരു ഇതാണ്. ഈ ടൗൺ ഹാള്, രാമനിലയം, ഇങ്ങനെ ഈ കുറച്ച് ഏരിയ. ഇവിടെയാണ് മീൻ. കണ്ട, ഇവിടെ പൊളിച്ചിട്ട് വീണ്ടും പണിയാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഗേറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ലൈബ്രറിയുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പുള്ളിമൂട്ടിലും നമ്മളുടെ കല്യാണം. ഇത് മിഥുനപ്പള്ളി ശിവക്ഷേത്രം കേട്ടോ. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പോവാറുള്ള അമ്പലം.
അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോണൊന്നും കൊണ്ടുപോയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഭഗവാനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന്. ഭഗവാൻ സമാധാനമായി കുളിച്ചോട്ടെ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ജസ്റ്റ് തൊഴുത് വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇപ്പോൾ കർക്കിടക വാവ് വരണേൻ്റെയും എല്ലാറ്റിൻ്റെയും ആനയൂട്ടിൻ്റെയൊക്കെ പരിതായിരുന്നു. ഇത് നമ്മുടെ പാർമേക്കാവിലേക്ക് പോകുന്ന സമയത്ത് ഇതൊരു നല്ല തിരക്ക് കാണുന്നുണ്ടല്ലോ. ഞായറാഴ്ചയുടെ തിരക്കല്ല, എന്തോ വിശേഷം കൂടെ ഉണ്ട് തോന്നുന്നു. ആളുകളുണ്ട്. ഇതേ ആൾക്കാർ റോഡ് സൈഡിൽ വരുന്ന വഴിയിലൊക്കെയാണ് നിന്ന് ചെയ്യുന്നത്. അമ്മയും മോനും കണ്ടു മാറുന്നു. അപ്പോൾ ഇതേ ആനയെ കണ്ട എല്ലാവർക്കും ഇഷ്ടമല്ലേ, ആനയെ കണ്ടിട്ട് ആൾക്കാർ വീഡിയോ എടുക്കണമെന്ന്. അപ്പം ഞാനും എടുത്തു. അമ്പലത്തിൻ്റെ ഉള്ളിൽ തിരക്കുണ്ടായിരുന്നു. അവിടെ കുറച്ച് ഹോമം യാഗവും പരിപാടികളൊക്കെ നടക്കുകയാണ്. അത് കഴിഞ്ഞ് പത്തൻസിൽ കയറി ഭക്ഷണം കഴിച്ചു. പിന്നെ അതൊന്നും ഞങ്ങൾ എടുത്തില്ല. പിന്നെ ഇത് ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന ഫ്രൂട്ട്സ് കടയാണ് കേട്ടോ. നമ്മുടെ രാമനിലയത്തിൻ്റെ സൈഡിലുള്ളിടത്താണ്.